കുമ്പള ആരിക്കാടയിലെ ടോൾ പിരിവ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം എംഎൽഎ എ.കെ.എം. അഷ്റഫിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങി. ലക്ഷ്യം കാണും വരെ സമരം തുടരുമെന്നാണ് സമരസമിതിയുടെ മുന്നറിയിപ്പ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ യേനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽബയൽ, മംഗളൂർ. ദൂരപരിധി ലംഘിച്ചുകൊണ്ട് കുമ്പള ആരിക്കാടിയിൽ സ്ഥാപിച്ച ടോൾ പ്ലാസയിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച അന്യായമായ ടോൾ പിരിവ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മണ്ഡലം എംഎൽഎ എ.കെ.എം. അഷ്റഫിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ 10:30 അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ നിലവിലിരിക്കെ ടോൾ പിരിക്കുന്നതിനെതിരെ കോടതിയിലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും എംഎൽഎ അറിയിച്ചു. ദേശീയപാതാ ചട്ടങ്ങൾ പാടയെ ലംഘിച്ചാണ് ആരിക്കാടിയിൽ ടോൾ പ്ലാസ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ പരിഗണനയിൽ തുടരുന്ന സാഹചര്യത്തിൽ വിധി വരുന്നതുവരെ ടോൾ പിരിവ് നടത്തരുതെന്ന് അഭ്യർത്ഥിച്ചിട്ടും അധികൃതർ ഇക്കാര്യം ചെവിക്കൊണ്ടില്ല. മാത്രമല്ല, ജില്ലാ കലക്ടറും ദേശീയപാത അതോറിറ്റിയും ഈ ജനവിരുദ്ധ നടപടികൾക്ക് കൂട്ടുനിൽക്കുന്നതായും എംഎൽഎ കുറ്റപ്പെടുത്തി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കുന്ന ഈ ജനകീയ വിഷയത്തിൽ ബിജെപി പിന്തുടർന്നു വരുന്ന നിലപാടിനെയും ശക്തമായ ഭാഷയിൽ വിമർശിച്ച എംഎൽഎ ഇതെല്ലാം കാണുന്ന ജനങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ തക്കതായ മറുപടി നൽകുമെന്നും അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയത്തിനതീതമായി ഈ നാട്ടിലെ ജനങ്ങളെ കോടതിയെ സമീപിച്ചു നിരന്തര സമരങ്ങൾ നടന്നു. ഇന്നലെ വൻ പോലീസിനെ വിന്യസിച്ചു അവർ ടോൾ ആരംഭിച്ചിട്ടുണ്ട്. അവർക്ക് എത്ര ദിവസം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമുക്കൊന്ന് കാണാം. ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നത്, ഇത് കാസർഗോഡ് ജനതയ്ക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ്. ഈ ജില്ലയിൽ ആളുകൾ മംഗലാപുരത്തേക്ക് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും പരമ്പരാഗതമായി പോകുന്ന ഒരു സ്ഥലമാണ്. ഇത്രയും വലിയ ഒരു സെൻട്രൽ ഗവൺമെന്റ് കോടതിയെ ബഹുമാനിച്ചിട്ടെങ്കിലും കോടതി തുടക്കമായി അതുപോലും മുഖവിലക്ക് വെക്കാൻ നടത്തിയ ഈ ജനങ്ങൾ പ്രക്ഷോഭത്തിലൂടെ ഒരു സംശയം കാരണവശാലും ഇന്നലെ ഒരു സൂചന സമരം. അതേസമയം ആരിക്കാടിയിൽ ടോൾ പ്ലാസ തുടങ്ങുന്നത് തടഞ്ഞുള്ള കോടതി ഉത്തരവില്ലെന്നും അതിനാൽ തന്നെ ടോൾ പിരിക്കുന്നതിന് നിയമപരമായ തടസ്സമില്ലെന്നുമാണ് ദേശീയപാത അതോറിറ്റി അധികൃതരുടെ വാദം. ജില്ലാ ഭരണകൂടത്തിന്റെ പിന്തുണയോടെ പൊതു ഉപയോഗത്തിനായി അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനും സർക്കാരിന് വരുമാന നഷ്ടം ഒഴിവാക്കുന്നതിനുമാണ് കഴിഞ്ഞ ദിവസം മുതൽ ടോൾ പ്ലാസ പ്രവർത്തനക്ഷമമാക്കിയതെന്നും NHAI വ്യക്തമാക്കുന്നു. എന്നാൽ എന്തൊക്കെ ചെയ്താലും ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യത്തെയും ജീവിതോപാധികളെയും പ്രതികൂലമായി ബാധിക്കുന്ന അന്യായമായ ടോൾ പിരിവ് പൂർണ്ണമായും നിർത്തിവെക്കുന്നതുവരെ സമരം ശക്തമായി തുടരുമെന്ന് തന്നെയാണ് സമരസമിതിയുടെ നിലപാട്. യൂസർ ഫീ പിരിക്കാനുള്ള തീരുമാനത്തിലൂടെ ഈ കാസർഗോഡ് ജില്ലയിലെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മഞ്ചേശ്വരം ജില്ലയിലെയുമെല്ലാം ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരു തരത്തിലും ഇത് ന്യായീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇത് ജനവിരുദ്ധമാണ്, അതുപോലെ തന്നെ നിയമവിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ഈ നടപടികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരമാണ് ഇവിടെ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളും ഇതിന്റെ ആദ്യഘട്ടം മുതൽ അവസാനം വരെ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തുടർന്നും ഈ സമരത്തിൽ ഉണ്ടാകും, ഒരു സംശയം അതിനു വേണ്ട. ഈ നാടിന്റെ പൊതുവികാരമാണ് ഈ ടോൾ ഇവിടെ മാറ്റുക എന്നുള്ളത്. ആ പൊതുവികാരത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള ഞങ്ങളുടെ ബാധ്യത. തിങ്കളാഴ്ച രാവിലെ ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് ആരംഭിച്ചതിന് പിന്നാലെ തന്നെ സ്ഥലത്ത് എ.കെ.എം. അഷ്റഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് എംഎൽഎയും മറ്റ് ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. മാത്രമല്ല, കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെ കുമ്പള പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. നിയമവിരുദ്ധമായി സംഘം ചേർന്നതിനും പൊതുജനങ്ങൾക്കും വാഹനങ്ങൾക്കും തടസ്സമുണ്ടാക്കിയതിനുമാണ് കേസ്. ന്യൂസ് ബ്യൂറോ, കുമ്പള.